ശ്രീ എം ജയചന്ദ്രൻ, ഇനി എന്താണ് ഈ പ്രതിഷേധങ്ങൾക്ക് ഒരു പ്രസക്തി? പറഞ്ഞ വാക്ക് എന്തായാലും കേന്ദ്ര സർക്കാർ പാലിച്ചു തുടങ്ങി. ശ്രീ എം ജയചന്ദ്രൻ. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് CAA ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ 2019 തന്നെ ഉണ്ടായല്ലോ. അത് നമ്മൾ കണ്ടതാണ്, പാർലമെൻറ്റിൽ അത് പാസ്സാവുന്നത്. അതിനുശേഷം 2024 മാർച്ച് 11 അതിൻ്റെ ചട്ടങ്ങൾ വരുന്നത്. അത്രയും വൈകി. ആ വൈകിയതിൻ്റെ അടിസ്ഥാന കാരണം തന്നെ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ രാജ്യത്ത് പല ഭാഗങ്ങളിലായി ഇതിനെതിരെ ഉണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങൾ, പിന്നെ കോടതിയിൽ പോയ കേസ്, അതായത് 2019 ഈ നിയമം നടപ്പാക്കിയതിൻ്റെ അടുത്ത ആഴ്ച തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ പോകുന്നുണ്ട്. പിന്നീട് ആ കേസിൽ ലീഗിൻ്റെ ആ കേസിൽ രമേശ് ചെന്നിത്തല കക്ഷി ചേരുകയും ചെയ്തിട്ടുണ്ട്. അത് അപ്പോൾ തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കേരളം പിന്നീട് കേരള നിയമസഭ ഏകകണ്ഠമായി ഒരു പ്രമേയം പാസ്സാക്കുന്നുണ്ട് ഇതിനെതിരെ. തുടർന്ന് മറ്റ് പല സംസ്ഥാനങ്ങളും, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, പിന്നെ ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളും പിന്നെ നിരവധി സംഘടനകളും ഒക്കെ ഈ കേസുമായി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതായിരുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലം. അപ്പോൾ ഈ പിന്നെ മുസ്ലിം ഇതര 6 സമൂഹങ്ങളെ അല്ലെങ്കിൽ സമുദായങ്ങളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും മുസ്ലിങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കി എന്നുമായിരുന്നു പ്രധാനപ്പെട്ട വിമർശനമായി അന്ന് മുതൽ ഇപ്പോഴും ഉന്നയിച്ചു പോരുന്നത്. കേരളത്തിലും പിന്നെ ആദ്യം തന്നെ സംസ്ഥാന മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു CAA ഇവിടെ നടപ്പാക്കില്ല എന്നുള്ളത്. പ്രധാനമായിട്ടും മുസ്ലിങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളതാണ് പിന്നെ ഇടതുമുന്നണി കാരണമായിട്ട് പറഞ്ഞ സർക്കാർ പറഞ്ഞത്. പ്രതിപക്ഷവും അത് തന്നെ പറയുന്നുണ്ട്, UDFും കോൺഗ്രസും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ സർക്കാരുമായി യോജിച്ചൊരു പ്രക്ഷോഭത്തിന് തങ്ങൾ തയ്യാറല്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പിന്നെ കേന്ദ്ര സർക്കാർ ഇത് നടപ്പാക്കിയിരിക്കുന്നു. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, എന്താണെന്ന് അറിയുമോ? ഈ വിഷയം പിന്നെ സുപ്രീം കോടതിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. സംസ്ഥാന സർക്കാർ അടക്കം പോയിട്ടുള്ള കേസാണ്. സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ലല്ലോ, ഒരു ഡയറക്ഷൻ സുപ്രീം കോടതി നൽകിയിട്ടില്ലല്ലോ. പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് കാലയളവാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോൾ 4ാം ഘട്ടമല്ലേ ഇന്നലെ നടന്നത്. ഇനിയും 3 ഘട്ടങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ധൃതി പിടിച്ചത് എന്തിനാണ് പാസ്സാക്കിയത് എന്നുള്ളതൊക്കെ പിന്നെ അതിൻ്റെ അകത്തൊരു പിന്നെ ഡിവൈഡ് പൊളിറ്റിക്സ് ഉണ്ടോ, റിലീജിയസ് ഡിവൈഡ് ഉണ്ടോ എന്നൊക്കെയുള്ളത് സ്വാഭാവികമായി സംശയങ്ങൾ ഉയരും. അത്തരം ചർച്ചകൾ തുടർന്നുള്ള ദിവസങ്ങൾ നടക്കുകയും ചെയ്തേക്കാം. ഏതായാലും ഈ റിലീജിയസ് ഡിവൈഡ് തന്നെയാണ് പ്രധാനമായി ഉന്നയിക്കപ്പെട്ട വിമർശനം, ഉണ്ടായിട്ടുള്ള പ്രശ്നവും. അപ്പോൾ ഇതിപ്പോൾ താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ 300 പേർക്കാണോ അതോ വാർത്തകളിൽ വന്നതുപോലെ 14 പേർക്കാണോ? അതെത്രയായാലും 14 പേർക്ക് ആദ്യം അപേക്ഷിച്ച 14 പേർക്ക് നേരിട്ട് നൽകി. 300 പേർക്കാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നൽകിയെന്നാണ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതെ, അത് 1 300 ആണെങ്കിലും അതിൽ വ്യത്യാസമില്ലല്ലോ. അത് ഇൻ എഫക്റ്റ് എല്ലാം ഒന്ന് തന്നെയല്ലേ. ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ റിലീജിയസ് ഡിവൈഡിന് കാരണമാകുന്നു. അത് പൊളിറ്റിക്കൽ ഡിവൈഡിലേക്ക് മാറ്റാനായിട്ട് കേന്ദ്ര ഭരണകക്ഷിയായ BJP ശ്രമിക്കുന്നു. അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ മുന്നിട്ടിറങ്ങുന്നു എന്നുള്ള വിമർശനമാണ് ഉന്നയിച്ചു പോരുന്നത്. അതാണ് നിലവിലുള്ള സാഹചര്യവും അതാണ്. അപ്പോൾ അത് രാഷ്ട്രീയ സാഹചര്യം അതാണെങ്കിൽ, നിയമപരമായ സാഹചര്യം ഞാൻ പറഞ്ഞതുപോലെ മറ്റൊന്നാണ്. സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസാണിത്. ഈ കേസിൻ്റെ അന്തിമവിധിക്ക് അനുസൃതമായിട്ടായിരിക്കണമല്ലോ യൂണിയൻ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് എന്നുള്ള സ്വാഭാവിക ഒരു ആശങ്ക ഏവരിലും വരില്ലേ? ആ ആശങ്ക അല്ല, നിയമം നടപ്പിലാക്കുന്നതുമായി മുന്നോട്ട് പോകരുത് എന്നൊരു സ്റ്റേ സുപ്രീം കോടതി കാര്യത്തിൽ അങ്ങനെ ഒരു ഡയറക്ഷൻ നൽകിയിട്ടില്ലല്ലോ കേന്ദ്ര സർക്കാരിന്. ഇല്ല, സ്റ്റേ നൽകാൻ തയ്യാറില്ല എന്ന് തന്നെ പറയുകയും ചെയ്തിരുന്നല്ലോ. ആ കാര്യം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചതല്ല. ഇപ്പോൾ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനം എന്നുള്ളതല്ല, പാർലമെൻറ്റ് തീരുമാനിച്ച ഒരു തീരുമാനത്തെയാണല്ലോ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് സുപ്രീം കോടതിയിൽ. ഇപ്പോൾ പാർലമെൻറ്റ് തീരുമാനിച്ച നിയമമാണ് ഇലക്ട്രൽ ബോണ്ട് പാസ്സാക്കിയത്. പാർലമെൻറ്റ് തീരുമാനിച്ച നിയമത്തിലൂടെയാണല്ലോ. അതാണ് ഭരണഘടനാ വിരുദ്ധമാണ്, രാജ്യവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി ഫെബ്രുവരി 15 അസന്നിഗ്ധമായി പറഞ്ഞ് റദ്ദാക്കാൻ ഇടയായത്. ആ സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഒരിക്കൽ ഒരാൾക്ക് പൗരത്വം കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് തിരിച്ചെടുക്കാനാവില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യവുമാണ്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്.
അല്ല, ഇതിൽ പ്രധാനമായും ഈ പ്രതിഷേധമായ രംഗത്ത് വരുന്ന ഇടതു മുന്നണിയാണ്. അവർക്ക് എന്ത് ആധികാരികതയാണെങ്കിൽ എന്ത് ആത്മാർത്ഥതയാണ് ഈ വിഷയത്തിലുള്ളതെന്ന് ചോദ്യം ചെയ്യപ്പെടുകയല്ലേ? കാരണം 20ാം പാർട്ടി കോൺഗ്രസ് ആണ് CPM ആവശ്യപ്പെട്ടത് ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകണമെന്ന്. പിന്നീട് ഇത് നടപ്പിലാക്കുമ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് എന്തിനാണെന്നാണ് പ്രധാനമായി വരുന്ന ചോദ്യം.